എല്ലാ കൂട്ടുകാരെയും എല്ലാവർക്കും ലത ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഇത് വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കണത് കേട്ടോ. മത്തങ്ങയാണിത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മത്തങ്ങയും പയറും എരിശ്ശേരി വയ്ക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഞാൻ പയർ കഴുകി ഇടുന്നുണ്ട് കേട്ടോ. ഇനി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. പയർ വേകാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെയിറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു 4 വിസിൽ കാരണം പയർ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഈ മത്തങ്ങ അരിഞ്ഞെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് ഞങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മത്തങ്ങ വാങ്ങണേ. അത് നമ്മൾ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയറും മത്തങ്ങ എരിശ്ശേരി വയ്ക്കാനായിട്ട് മത്തങ്ങ മുറിച്ചത് കഴുകിയെടുത്തത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പാകത്തിന് എരിവിന്, സാധാരണ എരിശ്ശേരിക്ക് നമുക്കൊരു എരിവുണ്ടല്ലോ, അത് കണക്കാക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറവാണോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുത്തി നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിന് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പിടി നാളികേരം, ഒരു 1/4 സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകല്ലേ അത്, പിന്നെ ചുവന്നുള്ളി 2-3 എണ്ണം, 2-3 അല്ലി വെളുത്തുള്ളി, ഇവയെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. പയറും മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ തരിതരിപ്പായി അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പയറും മത്തങ്ങ വെന്തതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി ഒരു തിള വരുത്തണം കേട്ടോ. ഒറ്റ തിള തിളയ്ക്കാൻ പാടുള്ളൂ, കുറേ തിളച്ച് ഇതാവാൻ പാടില്ല. തിള നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയോ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കറി കാച്ചിയെടുക്കുന്നുണ്ട്. കറി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് കറി അടുപ്പത്തിൽ നിന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം ചൂടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കില്ല എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആരും കമൻറ്റൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി കമൻറ്റൊക്കെ ഇടുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കരുത്. എന്നെങ്കിലാണ് ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.